ഇപ്പോൾ ഡോക്ടർ ചില ആളുകളുണ്ടാവില്ലേ, അതായത് അരുത്തേക്കൂടെ പോയി കഴിഞ്ഞാൽ മതി പനിയൊക്കെ, അവർക്ക് എന്തായാലും വരും. ചില ആളുകളൊക്കെ നമ്മൾ പറയാറില്ലേ, ഇവന് എപ്പോൾ എല്ലാ മാസവും പനിയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. എക്സാക്ട്ലി. ഇങ്ങനെ നിരന്തരമായിട്ട് എപ്പോഴും പനി വരുന്ന ആൾക്കാർ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടത്? അത് കാണിക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണെന്നുള്ളതാണോ? ഇത് എത്രമാത്രം സീരിയസ് ആയിട്ട് നമ്മൾ നോക്കണം? ഈ ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് പറയുന്നത് വളരെ ലൂസായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉം. ഇപ്പം പ്രത്യേകിച്ചും ഉള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ് എപ്പോഴും പറയുക, എൻ്റെ മോന് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ല, ഉം. ഒരാളൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ അവന് പനിയാണ്, ഉം. അല്ലെങ്കിൽ ഒരാൾ ഇവനെ ഒരു ഐസ്ക്രീം കഴിച്ചാൽ പനിയാണ്. ഉം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഉം. ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്, ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സ്കൂളിൽ എപ്പോഴും പഠിക്കുന്നതാണ് ഈ നമ്മളുടെ ഇമ്മ്യൂണിറ്റി തരുന്നത് നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെള്ള രക്താണുക്കളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കോശങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ന്യൂട്രോഫിൽ, പിന്നെ ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, പിന്നെ അതേപോലെ തന്നെ ഈ ലിംഫോസൈറ്റിൽ തന്നെ ടി സെൽ, ബി സെൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും സ്കൂളിൽ പഠിക്കുന്നത്. ഉം. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട് ആക്ച്വലി. ഉം. ബി സെൽ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഈ ടി സെല്ലിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കില്ലർ സെൽസ്, സപ്രസർ സെൽസ്, സൈറ്റോടോക്സിക് സെൽസ് എന്നൊക്കെ പറയും. ഇതൊക്കെ ഉം. നിങ്ങൾ കേൾക്കുമ്പോൾ ആക്ച്വലി ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഒക്കെ പോലെ തോന്നുമായിരിക്കും. ഉം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കോശങ്ങൾക്കും അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്. ഉം. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ ഉം. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് സാരമായി ബാധിക്കും. അപ്പം ഏത് കോശത്തിനാണോ അതിനെ ബാധിച്ചിരിക്കുന്നത് അതിന് പെർട്ടിക്കുലർ ആയിട്ട് വൾണറബിൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും അവർക്ക് കൂടി വരുന്നത്. പക്ഷേ ഇപ്പൊ ഞാനിപ്പോൾ ഈ ജനറലൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉം. ഇപ്പൊ അടിക്കടി ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില ഏജസിൽ അത് നോർമൽ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു പ്രീ സ്കൂൾ കുട്ടികളിൽ ഉം. ഇമ്മ്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റി ഇവോൾവ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ബേസിക്കലി അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഉം. അതൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ട്രെയിനിങ് പോലെയാണ്. ഉം. അപ്പോൾ പ്രീ സ്കൂൾ കുട്ടികളിൽ ഈ പറയുന്ന നമ്മളെ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ 6 മുതൽ 8 തവണയൊക്കെ ചിലപ്പോൾ ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഈ മൂക്കൊലിപ്പ് ജലദോഷം വന്നുകൊണ്ടേയിരിക്കാം. ഉം. അതൊരു റെഡ് ഫ്ലാഗ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും മിക്കവാറും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അത് ചില സമയത്ത് ഈ ഓവർ ക്രൗഡിങ്ങും അതുപോലെയുള്ള ഇതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി കാരണം സംഭവിക്കുന്നതാണ്. ഉം. പക്ഷെ നമ്മളൊരു സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആകുമ്പോൾ നമുക്ക് ബേസിക്കലി ആ കുട്ടികളുടെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഐഡിയലി സംഭവിക്കുന്നത് അവർക്കൊരു 4 5 തവണയൊക്കെ ഇൻഫെക്ഷൻ വരുന്നതിലും ഒരു അപ്പർ ലിമിറ്റ് ഓഫ് നോർമൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഉം. ബിക്കോസ് ഇവരുടെ ഈ ഇൻഫെക്ഷൻസ് വരുന്നത് ഈ കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസ് എളുപ്പം സ്പ്രെഡ് ചെയ്യും. ഉം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ 3 മണിക്കൂർ മുതൽ 3 ദിവസം വരെ ഉള്ളിൽ തന്നെ അടുത്ത ആൾ കിട്ടും. ഇപ്പം നമുക്ക് പലപ്പോഴും കാണാറുണ്ടല്ലോ, എനിക്ക് തുമ്മലും ജലദോഷം തുടങ്ങി ഉടനടി തന്നെ എൻ്റെ വൈഫിന് നെക്സ്റ്റ് ഡേ വന്നു. ആ സെയിം ഡേ തന്നെ മിക്കവാറും നമ്മളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വരുന്നു. വീട്ടിലെല്ലാവർക്കും ഒരേ സമയം പനിയാണെങ്കിൽ അത് വൈറൽ പനിയാണ്. ഉം. ദാറ്റ് ഈസ് പ്രോബ്ലി ദ സിംപ്ലസ്റ്റ് വേ ഐ ക്യാൻ പുട്ട് ഇറ്റ്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഉം. അത് പലപ്പോഴും നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്നത് സ്കൂളിൽ ഒരു കുട്ടിയായിരിക്കും. ഉം. ബിക്കോസ് ഈ സ്കൂളിൽ നിന്ന് അവർ എല്ലാവരും കളിക്കുന്ന സമയത്ത് അവർ ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ഒന്നും അവർക്ക് ബാധകമല്ല. ഉം. അവർ ബേസിക്കലി എല്ലാം സെൽഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂക്കിൽ കൈയിടും, എന്നിട്ട് ആ കൈ കൊണ്ട് അടുത്ത ആളുടെ നമ്മൾ സ്കൂൾ ബാഗ് തൊടും അല്ലെങ്കിൽ അവനെ തൊടും. ഇതൊക്കെ ഒരു നോർമൽ പാർട്ട് ഓഫ് ഗ്രോയിങ് ആണ്. ഇതിനൊന്നും നമ്മളൊരു മോശമായി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഉം. ആ ഇൻഫെക്ഷൻസിൽ നിന്ന് തന്നെയാണ് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇവോൾവ് ആകുന്നത്. ഉം. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മളൊരു അഡൾട്ട് ആയി കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഏജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു ഈവൻ അപ് ടു 3 to 4 വരെയൊക്കെ ആയിരിക്കും നമ്മളൊരു അപ്പർ ലിമിറ്റ് എന്ന് പറയാം. ഒരു വൈറൽ പനിയോ അല്ലെങ്കിൽ ഈ ഫ്ലൂവിൻ്റെ പോലെ ജലദോഷ പനികളൊക്കെ. ഉം. അപ്പോൾ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സ്ഥിരമായ ഒരു കുട്ടിക്ക് വയറിളക്കം വരികയാണ്, ഉം. ലൂസ് മോഷൻസ് പോലെ വരികയാണ്, എല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പലതരം ഇൻഫെക്ഷൻസ്, ഇപ്പോൾ മസ്തിഷ്ക ജ്വരം പോലെയുള്ള രീതിയിലുള്ള ഇൻഫെക്ഷൻസ് എല്ലാന്നുണ്ടെങ്കിൽ ഈ ജലദോഷ പനികളൊക്കെ ഒരു മൂക്കൊലിപ്പും തൊണ്ടവേദനയും കുറച്ച് ബോഡി പെയിനൊക്കെ ആയിട്ട് അങ്ങ് മാറേണ്ടതാണ്. ഉം. അത് വേഴ്സായി അതിൽ നിന്നൊരു ന്യൂമോണിയ ആയി മാറാം. ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രീതിയിലെത്തി. നമ്മൾ ഈ പറഞ്ഞ സാധാരണ ഫ്ലൂവിൻ്റെ പനികളൊക്കെ മൂക്ക്, തൊണ്ട, ഈ പറയുന്ന നമ്മളുടെ ത്രോട്ടിൻ്റെ ഈ താഴ്ഭാഗങ്ങൾ, ബ്രോങ്കൈറ്റിസ് ഒക്കെ ആയിട്ടായിരിക്കും വരുള്ളൂ. ഉം. ഇത് താഴെ പോയി പഴുപ്പൊക്കെ വന്നൊരു ന്യൂമോണിയയായി ശ്വാസം മുട്ടി അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. എല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ചില സമയത്തുള്ള ഫ്ലൂവിൻ്റെ പനികളൊക്കെ ഈ മൂക്കും നമ്മളുടെ ചെവിയും ബന്ധിപ്പിക്കുന്ന ഒരു പാലുണ്ട്. ഉം. ഇതിലെ കൂടി ആ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആയിട്ട് ചെവിയിൽ പഴുപ്പ് വരിക, ഉം. ചെവിയുടെ ഒരു നമ്മളെ ഇയർ ഡ്രമ്മിൻ്റെ ആ പാട പെർഫറേറ്റ് ആയിട്ട് അതിലെ കൂടി ഇതുവഴിയൊക്കെ പഴുപ്പ് വരിക. ഉം. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുവാണെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. ഉം. അത് നമ്മളുടെ ഏതെങ്കിലും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രവർത്തനം കുറവാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആവാം. ഓ. അപ്പോൾ അതുപോലുള്ള ഇൻഫെക്ഷൻസ് നോർമലി നമ്മളിപ്പോൾ ഈവൻ ഒരു വർഷത്തിൽ ഒന്നിലധികം ന്യൂമോണിയ വരുവാണെങ്കിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 4 തവണ ചെവിയിലൊക്കെ പഴുപ്പ് വരിക, അല്ലെങ്കിൽ വിട്ടുമാറാത്ത വയറിളക്കം, ഉം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ബേസിക്കലി
ഇവരെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉം. പക്ഷെ ഇതിലൊരു കോമൺ ആയി നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനെ തള്ളിക്കളഞ്ഞ്, ബിക്കോസ് മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഉം. അപ്പോൾ എല്ലാവർക്കും മൂക്കൊലിപ്പ് വരുന്ന എൻ്റെ കുട്ടിക്ക് ചെവിയിൽ പഴുപ്പാണ്, ഇതൊക്കെ ഈ പ്രായത്തിനാണ്, സ്കൂളിലാണെന്ന് പറഞ്ഞ് ചിലർ പറയും ഇവനക്ക് എന്തെങ്കിലും ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഇന്ന മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന ഈ പറയുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് അതൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാതെ അവർ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ. ഉം. കാരണം ഞങ്ങൾ ബേസിക്കലി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഏരിയയും കുറേയൊക്കെ അതാണ്. അതായത് ഇമ്മ്യൂണിറ്റിയുടെ ഓരോ ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ടി സെല്ല്, ബി സെല്ല്, ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് മാത്രമായിരിക്കും ഒരുപക്ഷെ പലർക്കും ഒരു ഡിഫക്റ്റ് ഉണ്ടാകും. അത് ജനിതകമായിട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അക്വയർ ചെയ്യുന്ന രീതിയിലും അങ്ങനെ പല അസുഖങ്ങൾ കാരണം. ഇപ്പോൾ നമ്മളിപ്പം അഡൾട്ട്സിനെ നോക്കുവാണെങ്കിൽ പ്രമേഹം കാരണം തന്നെ നമ്മളുടെ കുറേ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് പിന്നെ വരുന്നുണ്ട്. ഉം. അപ്പോൾ അത് കാരണം നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷൻസിനാണ് നമ്മളുടെ വൾണറബിലിറ്റി കൂടുന്നത്. ഉം. അപ്പോൾ അതുപോലുള്ള ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് അവരുടെ ആ ഇൻഫെക്ഷൻസിൽ നിന്ന് ആ ഇമ്മ്യൂണിറ്റിയുടെ കുറവിൻ്റെ പ്രോബ്ലം സോൾവ് ആകുന്നത്. ഓക്കെ. അതേപോലെ ഇപ്പോൾ ഈ ഡയബറ്റീസ് ആയ ആളുകൾക്ക്, നമുക്കിപ്പോൾ അഡൾട്ടായ ആളുകൾക്ക് പലപ്പോഴും പിന്നെ ഇതുപോലെ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറവായിരിക്കുമെങ്കിലും ഈ പറയുന്ന പ്രമേഹമൊക്കെ കാരണം പലരുടെയും ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. ഉം. അപ്പോൾ അതിന് അവർ വൾണറബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് കണക്കാക്കിയിട്ടുള്ള വാക്സിൻസ്, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന കാരണങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പല ഇൻഫെക്ഷൻസും നമുക്ക് ആക്ച്വലി ക്യൂർ ചെയ്യാവുന്നതാണ്. പ്രമേഹമുള്ള ആളുകൾ, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ റെയിനി സീസൺ ഒക്കെ വരുന്ന സമയത്ത് അവരെന്തെങ്കിലും ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ? കാരണം അവർക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഡിസീസസ് അഫക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ, അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? റെയിനി സീസൺ എന്ന് മാത്രം ഉദ്ദേശിച്ച് നോക്കുവാണെങ്കിൽ പലപ്പോഴും ഈ വെള്ളം ആണല്ലോ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രമേഹ രോഗികൾക്കുള്ള ഒരു മെയിൻ പ്രോബ്ലം അവരുടെ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുകയും അവരുടെ നെർവ്സ് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നാഡികൾക്ക് രക്തോട്ടം ഇല്ലാതെ അത് നമ്മൾ പറയാറുണ്ട്, പലരും ചുട്ടുപുകയുന്നു, അല്ലെങ്കിൽ തരിപ്പാണ്, മരവിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവരുടെ കാലിനൊക്കെ പലപ്പോഴും അവരുടെ സെൻസറി സിസ്റ്റം അത്ര ഇൻടാക്റ്റ് ആയിരിക്കില്ല. അതായത് എന്തെങ്കിലും മുള്ള് തറച്ച് കയറുകയാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ മുറിവുണ്ടാകുമ്പോൾ അവർക്ക് അതിന് വേദന ഉണ്ടാവില്ല. അപ്പോൾ അതുവഴിയൊക്കെ പല രീതിയിലുള്ള അണുക്കൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയും ഈ പിന്നെ വിട്ടുമാറാത്ത ഉണങ്ങാത്ത രീതിയിലുള്ള പുണ്ണുകളൊക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമൂലം തന്നെ അവർക്ക് പല രീതിയിലുള്ള ഈ ജലജന്യമായിട്ടും മണ്ണിൽ നിന്ന് വരാവുന്ന പല ഇൻഫെക്ഷൻസും വളരെ കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ആർക്കും അത് ഒരുവിധം അറിയാത്തൊരു രോഗമുണ്ട്, നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഒരുപാട് കാണുന്നതാണ്, കേരളത്തിലുടനീളം കാണുന്ന ഒരു അസുഖമാണ് മിലിയോയിഡോസിസ്. അപ്പം ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ വാക്ക് കേൾക്കുന്നത്. അപ്പം ഈ മിലിയോയിഡോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം കൂടുതൽ ഈ മണ്ണിൽ നിന്നാണ് വരുന്നത്. അതായത് ഈ പറയുന്ന ഈ ഒരു ബാക്ടീരിയ ആണ്, അത് കൂടുതലും ഈ ഡയബറ്റിക് ആയിട്ടുള്ള പ്രമേഹ രോഗികളാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അത് പല രീതിയിലും മണ്ണിൽ നിന്ന് നമ്മളെ ശരീരത്തിലേക്ക് പല രീതികളിലൊക്കെ അത് പ്രവേശിക്കാറുണ്ട്. അത് കൂടുതലും നമ്മൾ ഇൻഹലേഷൻ വഴിയും ശ്വാസകോശത്തിലേക്കൊക്കെ വന്ന് അതൊരു ന്യൂമോണിയ പോലെയൊക്കെ വന്ന് അതിനെ പലരും TB ഒക്കെ ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് അത് പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മഴക്കാലത്ത് വരാൻ ഒരു സാധ്യതയുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അസുഖം ഈ മിലിയോഡോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ പുണ്ണുണങ്ങാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കാണുന്നത്. സാധാരണ നമ്മൾ ഈ സമയത്ത് പറയുക ചെളി വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെയുള്ള പ്രിക്കോഷൻസ് ആയിരിക്കും എടുക്കുക. ആൾക്കാർ ഒരിക്കലും വിചാരിക്കേണ്ടാവില്ല നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ട്? അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ പറഞ്ഞ ഒരു ധാരണ തന്നെയാണ് ഉള്ളത്, ചെളി വെള്ളത്തിൽ ഇറങ്ങിയാലാണ് മോശം എന്ന്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, വാട്ടർ ക്യാൻ അപ്പിയർ ക്ലിയർ, ഇറ്റ് ക്യാൻ ടേസ്റ്റ് നോർമൽ ആൻഡ് ഇറ്റ് ക്യാൻ സ്മെൽ നോർമൽ, ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി കണ്ടാമിനേറ്റഡ് എന്നാണ്. അപ്പോൾ നമുക്കൊരു ഒരു അണുക്കളുള്ള വെള്ളത്തിനെ അതിൻ്റെ ഫിസിക്കൽ രൂപഭാവത്തിലോ അല്ലെങ്കിൽ രുചിയിലോ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലുള്ള വെള്ളം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന ആ ഒരു വെള്ളമൊക്കെ സേഫാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. ഫ്രഷ് വാട്ടറിലും അണുക്കൾ ഒരു നല്ല രീതിയിൽ തഴച്ചു വളരാവുന്ന ഒരു സാധ്യത ഉള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോഡേൺ ഡേ ലൈഫിലുള്ളതാണ് ഈ റിക്രിയേഷണൽ ആയിട്ടുള്ള രീതിയിൽ കയാക്കിങ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബോട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് വാട്ടറുള്ള സ്വിമ്മിങ് ആക്ടിവിറ്റീസ്, സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ് പഠിക്കുന്നതൊക്കെ വളരെ ഒരു കോമൺ ആയി വന്നിരിക്കുന്ന ഒരു ഫിനോമിനായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ബേസിക്കലി കണ്ടാമിനേഷൻ വന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പ്രധാനമായിട്ടും ഈ ജലജന്യമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും വെള്ളത്തിൽ നിന്ന് വരാം. ഇപ്പം ഒരുപക്ഷെ മേ ബി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന വാക്കുകളാണ് അമീബിക് മസ്തിഷ്കരം. ഇതൊക്കെ കൂടുതലും ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്, അല്ലാതെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നല്ല. അതേപോലെ തന്നെ പല ഹെപ്പറ്റൈറ്റിസ് എ വന്ന രോഗികളെയും ഞങ്ങൾ അവരുടെ നമ്മൾ ചോദിക്കുമല്ലേ, ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പലപ്പോഴും ഫ്രഷ് വാട്ടറിൽ കുളിച്ച ഹിസ്റ്ററിയാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള അണുക്കളൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ രണ്ടാമത്തെ ഭാഗം ചോദിച്ചല്ലോ, ഇതെങ്ങനെ നമുക്ക് തടയാന്നുള്ളത്, അത് കുറച്ച് ട്രിക്കിയാണ് ആക്ച്വലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസിൽ വാക്സിൻ കാരണം നിർത്താൻ പറ്റുന്ന അസുഖങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രതിരോധം സ്വീകരിക്കാം. പക്ഷേ മറ്റ് ചിലതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബിഹേവിയർ ചേഞ്ച് കൊണ്ട് മാത്രം തടയാൻ പറ്റണം എന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഡീപ്പ് ഡൈവിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഹൈറ്റിലൊക്കെ നിന്ന് ഡൈവ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും വെള്ളത്തിൽ പലപ്പോഴും മൂക്കിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത ഒക്കെ കൂടുതൽ. അങ്ങനെയുള്ളതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ല. പ്രോബബ്ലി ചിലർക്കൊക്കെ ഉണ്ടല്ലോ മൂക്ക് നല്ല ഇങ്ങനെ വീശി ചീറ്റുക എന്നുള്ള രീതികളൊക്കെ, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. ഇപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട്, ഈ മഴക്കാലം ആവാൻ കാത്തിരിക്കും. അവര് ഈ പറഞ്ഞ മലമ്പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരും ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഡിസീസസിനെ ഭയക്കേണ്ടതുണ്ടോ? അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അവരുടെ ക്ലോത്തിങ് ആയിരിക്കും എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ ഡെങ്കിപ്പനിയുടെ കൊതു നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ പറയുന്ന ട്രക്കിങ്ങിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ഡെങ്കിയൊക്കെ അർബൻ ആണെങ്കിൽ പോലും ഈ ചെള്ളുകൾ, അതായത് ചെള്ളു പനി എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ക്രബ് ടൈഫസ് പോലുള്ള കുറേ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടുതലും ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള ഷ്രബും ഇതുപോലെ ഇരിക്കുന്ന പുല്ലുകളിലൊക്കെയാണ് അതിൻ്റെ ചെള്ളൊക്കെ പിന്നെ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേ കൂടിയൊക്കെ നമ്മൾ പലപ്പോഴും ചില ആളുകളൊക്കെ ഈ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞൊരു ട്രൗസർ ടിക്കറ്റൊക്കെ ആയിരിക്കും പലരും പോകുന്നത്. അപ്പോൾ ഈ ചെള്ളൊക്കെ കടിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഈ അട്ട പോലുള്ള സാധനങ്ങളൊക്കെ കടിക്കുമ്പോഴും അതിലൊക്കെ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പലതിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഇടുവാണെങ്കിൽ, ബിക്കോസ് ഈ പറഞ്ഞ ഡെങ്കിപ്പനിയുടെ കൊതു തന്നെ എല്ലാവരും വിചാരിക്കുന്നത് രാത്രിയാണ് നമ്മൾ മോസ്കിറ്റോ നെറ്റ് ഇടുന്നത്. പക്ഷേ അധികം പേർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെങ്കി ഉണ്ടാക്കുന്ന ഈഡീസ് കൊതുകൾ പകലാണ് കടിക്കുന്നത്. അപ്പം ബിക്കോസ് രാത്രിയല്ല അത് കടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ചെള്ള്, കൊതുക് ഇതൊക്കെ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മൊസ്കിറ്റോ റിപ്പല്ലൻ ക്രീമുകൾ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും കടി ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്തിങ് ഇടാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഈ എലിപ്പനിയും മറ്റേതൊക്കെ കാലിലുള്ള പല മുറിവുകൾ വഴിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇതുപോലുള്ള ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കുറച്ച് ഹൈ ആയിട്ടുള്ള ബൂട്ട്സ് പോലെ, അതായത് ചെളി പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഈ ബൂട്ട് പോലുള്ളൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ അരുവികളിലൊക്കെ ഉള്ള വെള്ളം ശുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ ടൗണിൽ കിട്ടുന്ന വെള്ളമൊക്കെ പൊല്യൂട്ടഡ് വാട്ടറാണ്, ഇതാണ് ശുദ്ധജലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അരുവിയിലേക്ക് കൂടി ഒഴുകി വരുന്ന വെള്ളമൊക്കെ നമ്മൾ കുടിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ അതൊരു സെലിബ്രേറ്റ് ചെയ്യുന്നൊരു, അതിൽ നിന്ന് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊക്കെ ഒരു സ്വഭാവം ബേസിക്കലി നമ്മളെ യുവതലമുറക്ക് പ്രത്യേകിച്ചുണ്ട്, വളരെ കോമൺ ആണ്. അപ്പോൾ അതൊക്കെ പ്രിഫറബിളി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്നേ ഞാൻ ചോദിക്കുള്ളൂ. ഇപ്പം ഇൻഫെക്ഷൻസിൻ്റെ ഒരു സ്പെക്ട്രം വൈഡ് ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ഒരു ഓഡ് ബിഹേവിയേഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ സേഫ്. ഈ ട്രക്കിംഗ് പോലെ തന്നെ ഇപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ ഇപ്പോൾ ഹജ്ജിനൊക്കെ വേറെ കൺട്രീസിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾക്കറിയാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കുറേയധികം ക്രൗഡായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പോകണം, എക്സ്പോസ്ഡ് ആവാൻ പോകണം. അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ കുംഭമേളം പോകുന്ന പോലെ സമയത്ത് ആൾക്കാർ അറിയാത്ത ഒരു മേഖലയായിരിക്കും. ഇപ്പം ട്രാവൽ മെഡിസിൻ്റെ ഒരു പോസിബിലിറ്റി സാധ്യത എത്രമാത്രമാണ്, എന്തൊക്കെ അതിൽ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്? അതെ, ട്രാവൽ മെഡിസിൻ ഞങ്ങളുടെ ഒരു മെയിൻ ഏരിയ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചൊന്ന് ഓവർ ക്രൗഡിങ് ആണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഓരോ രാജ്യത്തുണ്ടാകുന്ന അസുഖങ്ങളായിട്ടായിരിക്കും പലരും വരുന്നത്. അപ്പം നമ്മളുടെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ പ്രമേഹ രോഗികൾ, പ്രായമായ ആളുകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വൾനറബിൾ ആണ്. പിന്നെ അവിടെ വെച്ച് നമ്മളുടെ ബിഹേവിയറും മാറും. നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതാണെന്ന് നമുക്ക് കൺട്രോൾ ഇല്ല, അവിടെ കിട്ടുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാന്നുള്ളതൊക്കെയാണ്. അപ്പം അതിൽ നിന്ന് ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ട്രാവൽ മെഡിസിനിൽ ബേസിക്കലി നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസൃതമായിട്ടുള്ള റിസ്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ ഈ മെനിഞ്ചോക്കോക്കെ അല്ലെങ്കിൽ അതുപോലുള്ള ചില അണുക്കളുണ്ട്, അത് മസ്തിഷ്ക ജ്വരക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അണുക്കളാണ്. പിന്നെ അതേപോലെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില വൈറസുകളും, യെല്ലോ ഫീവർ, അതുപോലെ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഈ ആസ്മ പോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്കൊക്കെ ഈ ഇൻഫ്ലുവൻസയും ന്യൂമോണിയ ഒക്കെ വളരെ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ബേസിക്കലി അവരുടെ ഇൻഡിവിജ്വൽ റിസ്ക് അസസ് ചെയ്തിട്ട് ഇതിനുള്ള വാക്സിൻസ് നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഈ മെനിഞ്ചോകോക്കസ്, ഇതുപോലെ ഈ പറഞ്ഞ യെല്ലോ ഫീവർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇന്ന് നമുക്ക് പ്രതിരോധിക്കാനുള്ള വാക്സിനുകളുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ ഓവർ ക്രൗഡിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഇൻഫ്ലുവൻസ, ഫ്ലൂവിൻ്റെ പനിയാണ്.
അതിൽ ഈ ഇൻഫ്ലുവൻസയുടെ ഈ H1N1 പന്നിപ്പനി, പക്ഷിപ്പനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പനികളൊക്കെ വരുമ്പോൾ പലരുടെയും തീവ്രത കൂടി അവർ മരണപ്പെടാൻ പോലും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രൊഫൈലാക്സിസിനുള്ള ഗുളികകളുണ്ട്, അതേപോലെ തന്നെ വാക്സിനുകളും ലഭ്യമാണ്. അപ്പോൾ അവരുടെ റിസ്ക് കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻസ് നമുക്കിന്ന് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആഫ്രിക്കൻ സഫാരി എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് മരുന്നിന് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള ഈ മലേറിയ അണുക്കളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള പ്രതിരോധം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ എലിപ്പനിക്ക് ഡോക്സിസൈക്ലിൻ എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് പോലെ ഈ മലേറിയക്കും പ്രൊഫൈലാക്സിസ് ഒക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള വാക്സിനും പ്രൊഫൈലാക്സിസ് മരുന്നുകളൊക്കെ കൊടുത്തുവിടാനും ഇന്ന് ട്രാവൽ മെഡിസിനിൽ നമുക്ക് സാധ്യമാണ്. ഇത് നമ്മൾ 2024 സംസാരിക്കുന്നത് ഒരു 2050 ആവുന്ന സമയത്ത് നമ്മൾ അത്രയും ഭയപ്പെടേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഇൻഫെക്ഷ്യൽ ഡിസീസസ് വരാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരണം വരെ വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും എമർജൻസി ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയാം? അങ്ങനെ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പറയാൻ ഒരു പക്ഷേ മേ ബി ഞാൻ അങ്ങനെ അതിന് മാത്രം എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഏറ്റവും ഗ്ലോബൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. അതിലൊരു സംശയമില്ല. അപ്പോൾ എല്ലാ ഇൻഫെക്ഷൻസിൻ്റെയും അത് മരുന്നിനോട് പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷി കുറഞ്ഞു വരികയാണ്. അതിനാണ് നമ്മൾ ബ്രോഡായിട്ട് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ WHO തന്നെ നമ്മളുടെ ഈ ലോക ആരോഗ്യ സംഘടന തന്നെ ഇതിനൊരു വലിയൊരു ഗ്ലോബൽ എമർജൻസിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഫിനോമിനനാണ് ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മളുടെ ഈ ജലദോഷപ്പനികളൊക്കെ കാരണമുള്ള ഒരുപാടുള്ള അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കാരണം ഈ അണുക്കൾക്കെല്ലാം ഇതിനോട് പ്രതിരോധിക്കാനുള്ള ശേഷി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ അണുക്കൾ ഇനിയിപ്പം ഇൻഫെക്ഷൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാത്ത രീതിയിലായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ 2019 ലാൻസെറ്റിൽ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിൽ ലോകത്തിൽ ഏകദേശം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം ഏകദേശം 13 ലക്ഷത്തോളം ആളുകൾ മരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു കണക്ക്. പക്ഷെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം മരുന്ന് വർക്കാത്തതിൻ്റെ മറ്റു കോംപ്ലിക്കേഷനുകൾ കാരണം 50 ലക്ഷത്തിലെ ആളുകൾ ഒരു വർഷം മരിക്കുന്നുണ്ട് എന്നാണ് ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സംഖ്യ തന്നെ ഏകദേശം നമ്മളിപ്പോൾ ഒരു 2050 എന്ന് നിങ്ങൾ പറഞ്ഞൊരു ഇതിൽ പ്രൊജക്ഷൻസ് ഈ സെയിം പേപ്പറിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഏകദേശം 1 കോടി ആളുകളെങ്കിലും ഒരു വർഷം ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണം മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഒരു നഗ്നസത്യം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ കാരണമുള്ള മരണങ്ങളെക്കാളും ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വറീഡാക്കുന്ന ഒരു കാര്യം. ഇതുപോലെ ഈ മഴക്കാലം സമയത്ത് നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഈ പ്രത്യേകിച്ച് ഈ റെയിനി സീസണിൽ വളർത്തു മൃഗങ്ങളിൽ ഉള്ള വീടുകളിൽ നിന്നേ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു റെയിനി സീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക റിസ്ക് അതിൽ അട്രിബ്യൂട്ട് ചെയ്യാനില്ല. വളർത്തു മൃഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് വരാം. ഈവൻ ഞാൻ പറഞ്ഞ പോലെ എലിപ്പനി പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ എലിപ്പനി എന്ന് പറഞ്ഞാൽ എലി ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ്, എലിയുടെ മൂത്രത്തിൽ നിന്ന്. പക്ഷെ അതിൽ നിന്ന് തെറ്റുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ പശുവിൻ്റെ മൂത്രത്തിൽ നിന്നും നമ്മളുടെ വളർത്തുന്ന പട്ടിയുടെ മൂത്രത്തിലും ഈ പറഞ്ഞ അതുവഴിയും എലിപ്പനി പകരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പലർക്കും അറിയാത്തൊരു കാര്യം. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് തന്നെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മിസ്നോമറാണ്. ആക്ച്വലി ഇതിനെപ്പറ്റി പലർക്കും അറിയില്ല. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൂത്രത്തിലെ കൂടി ബേസിക്കലി ഈ പറയുന്ന ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നതാണ് പകരാൻ സാധ്യതയുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ വളർത്തുന്ന പട്ടി, പൂച്ച, അതിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് ഈ പറയുന്ന മറ്റ് ചില ടോക്സോപ്ലാസ്മ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല ഇൻഫെക്ഷൻസ് ഉണ്ട്. ബ്രൂസല്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ പശുവിൻ്റെ പാലിൽ നിന്നൊക്കെ ചിലപ്പം വരാൻ, അതായത് വീട്ടിലുള്ള കറക്കുന്ന പശുവിൻ്റെ പാലൊക്കെ നമ്മൾ ബേസിക്കലി ചൂടാക്കാതെ ഇങ്ങനെ കഴിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ബ്രൂസല്ല പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടനവധി അണുക്കൾ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ വളർത്തു മൃഗങ്ങളിൽ നിന്ന് വരാം. ഈ ഇമ്മ്യൂണൽ ബൂസ്റ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ ചവനപ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ആളുകൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇതിപ്പം ബേസിക്കലി നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് പറയുന്നതിന് ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ്. എനിക്ക് തോന്നുന്നത് അതൊരു വലിയൊരു മാർക്കറ്റായിട്ട് തന്നെ അതിങ്ങനെ എമർജ് ചെയ്ത് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ്, ഇത് കഴിച്ചാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടും, ഇത് കഴിച്ചാൽ കുറയും. സോ ഇമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് സോ മെനി ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിനിപ്പോൾ ഈ പറയുന്ന കോശങ്ങളുടെ ഒക്കെ ഒരു വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് പല വിറ്റാമിനുകളും മിനറലുകളും ഈ പറയുന്ന രീതിയിലുള്ള കുറേ ഫാക്ടേഴ്സ് നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് ആൻറ്റി ഓക്സിഡൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾക്ക് വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ പോലുള്ള വിറ്റാമിനുകൾ, അതേപോലെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേയൊക്കെ വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി ഒക്കെ റോളൊക്കെ നമ്മൾ പലപ്പോഴും എല്ലാം ഓൺലൈനിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണും. പിന്നെ അതേപോലെ ഈ അയൺ, സിങ്ക് പോലുള്ള മിനറൽസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം പലപ്പോഴും ഇമ്മ്യൂണിറ്റിനെ ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടി അതിനെ നല്ല രീതിയിൽ ഇവോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്.
പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് റെക്കറൻ്റ് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ വന്ന് ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമൊന്നും നോക്കാതെ നമ്മൾ ബേസിക്കലി ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് കഴിച്ചതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹാരമാവും എന്ന് ധരിക്കുന്നത് തെറ്റാണ്. പിന്നെ ഈ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പലപ്പോഴും മാർക്കറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും മറ്റുള്ള പ്രിസർവേറ്റീവ്സ് എന്താണ്, കെമിക്കൽസ് എന്താണെന്നൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ പകരം ഇതിനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനിലേക്ക് കൂടിയാണ് നമ്മൾ അതിനെ പരിഹാരം കണ്ടെത്തുന്നത്. ബിക്കോസ് ഈ പറയുന്ന വിറ്റാമിനുകളും മിനറലുകളൊക്കെ നാച്ചുറലായി നമ്മളെ ഫുഡുകളിലുണ്ട്. നമ്മൾ ഈ റെയിൻബോ ഡയറ്റ് എന്നൊക്കെ പറയും. എല്ലാ പലതരം കളറുള്ള നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഫ്രഷ് ആയി കഴിക്കുക. അതേപോലെയുള്ള ഈ പറഞ്ഞ മാംസം, ചിക്കനും ഈ മത്സ്യത്തിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ നല്ല രീതിയിലൊരു നല്ല ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിക്കുള്ള ബൂസ്റ്റിങ്ങും ഈ സപ്ലിമെൻറ്റേഷനൊക്കെ അതിലേ കൂടിയാണ്. അതിനെ നമ്മൾ ഇമ്മ്യൂണോ ന്യൂട്രീഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ന്യൂട്രീഷനാണ് അതിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ഇന്നൊരു പ്രത്യേക ഈ പറയുന്ന വിറ്റാമിൻ ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവും എന്ന് പറയുന്ന അതൊരു ഓവർ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഓവർ ജനറലൈസേഷൻ ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. സാധാരണ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മളൊക്കെ കേൾക്കാറില്ലേ, മഴ നനഞ്ഞ പനി വരും എന്നുള്ളത്. ഈ ആളുകൾക്ക് എങ്ങനെ മഴ നനഞ്ഞാൽ പനി വരുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ ഈ മഴ നനഞ്ഞ പനി വരും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? ശാസ്ത്രീയമായി ആക്ച്വലി ഫസ്റ്റ് പെയ്യുന്ന മഴ എപ്പോഴും, അതായത് നമ്മൾ ഈ വേനലൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് പെയ്യുന്ന മഴ അത്ര സയൻറ്റിഫിക്കലി നല്ലതല്ല എന്ന് പറയാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻവയോൺമെൻറ്റിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. ഇന്ന് ഒരുപാട് ഫാക്ടറികളൊക്കെ പുറന്തള്ളുന്ന പുകയും വേസ്റ്റും, നമ്മളുടെ തന്നെ കാറും ബൈക്കൊക്കെ തള്ളുന്ന കുറേ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പൊല്യൂട്ടൻസ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന പല രീതിയിലുള്ള ഹാനികരമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉള്ള ഒരു മഴയായിരിക്കും ഫസ്റ്റ് പെയ്യുന്നത്. നമ്മളെ ആസിഡ് റെയിൻ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പഠിക്കാറുണ്ട്. സൾഫറൊക്കെ ഉള്ള രീതിയിൽ ഹാനികരമായിട്ടുള്ള രീതിയിൽ. അങ്ങനെയുള്ള ഫസ്റ്റ് റെയിനിന് ചിലപ്പോൾ കുറച്ചൊരു റിസ്ക്, അതർ ജനറലൈസ്ഡ് ഹെൽത്ത് റിസ്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ മഴയിൽ കളിക്കുന്നതിൽ എൻ്റെ മേ ബി ഇത് ചിലപ്പോൾ എല്ലാവരും അഗ്രി ഇല്ലായിരിക്കാം, പക്ഷേ അത് കളിക്കുന്നത് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മഴയത്തൊക്കെ കളിച്ചൊക്കെ അങ്ങനെ ചെറിയ രീതിയിലുള്ള കുറച്ച് ജലദോഷപ്പനികളൊക്കെ വന്ന് വേണം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റായി. ബേസിക്കലി അതൊരു നല്ലതാണെന്നാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ. അപ്പോൾ ഈ മഴ നനഞ്ഞത് കൊണ്ട് ഇപ്പം ഈ പറഞ്ഞ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എസ്പെഷ്യലി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വൈറൽ പനികളും ഫ്ലൂ പനികളൊക്കെ ഇതുപോലെ ഇടപഴകി. ബിക്കോസ് നമ്മളുടെ ഈ പറഞ്ഞ മഴ വരുമ്പോൾ ആ തണുപ്പ് തട്ടുമ്പോഴൊക്കെ നമ്മളെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെയാണ് ഇതിന്റെ ഡൈനാമിക്സിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ജലദോഷപ്പനികളും വൈറൽ പനികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പക്ഷെ ചെറുപ്രായത്തിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഴയത്ത് കളിക്കുന്നതിനെ കൊണ്ടൊന്നും ഒരു ദോഷവുമില്ല. അത് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഈ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കഴിയാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്ന കേൾക്കാമല്ലോ. അതിപ്പോ എന്താ അങ്ങനെ പറയാനുള്ള? അതിന്റെ പ്രധാനമായിട്ടുള്ള റീസൺ ഇത് തന്നെയാണ്. നമ്മളുടെ ഏറ്റവും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 80 to 90% ഈ പറയുന്ന ഈ വൈറൽ പനികളാണ്. വൈറസുകളെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചത് കൊണ്ട് നമുക്ക് വൈറസുകളെ തുരത്താൻ പറ്റില്ല. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ എന്ന് പറയുന്ന അണുക്കൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ഒരു വൈറസിൻ്റെ അണുബാധയെ നമ്മളതിന് തുരത്താനാവില്ല. അപ്പോൾ ഇതിൽ ബേസിക്കലി ഉണ്ടാകുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗമാണ്. നമ്മളുടെ ശരീരത്തിൽ മാത്രമല്ല, നമ്മളുടെ മൈക്രോബയോം എന്ന് പറയുന്നതിനെ പറ്റി കുറേ ഒരു ഐഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്തായാലും നിങ്ങളിപ്പോൾ ഇത്രയും ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ അണുക്കൾ ഇപ്പോൾ ഒരു പനിയൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ അണുക്കൾ ഉണ്ടോ ഇല്ലേ? ചാൻസ് ഇല്ല എന്നുള്ളത് വളരെ വളരെ തെറ്റായൊരു ധാരണയാണ്. അപ്പോൾ നമ്മളുടെ ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ബാക്ടീരിയയും വൈറസും ഫംഗസുകളും ഈവൻ ചില ദോഷകരമല്ലാത്ത വിരകൾ പോലും നമ്മളുടെ വയറിലും കുടലിലൊക്കെ ഇന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഒരു മൈക്രോബയോം എന്ന് പറയും. ഇപ്പം നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ എന്ന വ്യക്തിനേക്കാൾ ഉപരി എൻ്റെ ശരീരത്തിൽ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് 10⁻12 എന്നുള്ള കണക്കിൽ അത്രയും, അതായത് 1 കഴിഞ്ഞാൽ 12 13 0 എന്നുള്ള അത്രയും അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ട്. അപ്പം നമ്മളെ ബോഡി സ്റ്റെറൈലല്ല. നമ്മളെ ബോഡിക്ക് ബേസിക്കലി ഗുണകരമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകൾ നമ്മളുടെ ശരീരത്തിലുണ്ട്. ഈ ബാക്ടീരിയ നമുക്കൊരു കവചം പോലെയാണ്. ഇവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു ഇൻവേഡറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ബാക്ടീരിയ. ഈവൻ നമുക്ക് വിറ്റാമിൻ B12 പോലുള്ള പല വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യുന്ന ബാക്ടീരിയകളാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിലുള്ള കുടലിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യാനും അതിനൊക്കെ ശരിക്കും ഈ പറയുന്ന ബാക്ടീരിയകൾ ഗുണകരമായ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. പക്ഷെ നമ്മളൊരു അനാവശ്യമായിട്ടൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഈ ഗുണകരമായിട്ടുള്ള കോടിക്കണക്കിന് ബാക്ടീരിയകളും കൂടി ചാവാണ്.
അല്ലാതെ ഇപ്പോൾ ഒരു തൊണ്ടവേദന ഒരു പഴുപ്പുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ കറക്റ്റ് മരുന്ന് വയറിലേക്ക് കൂടി പോയി കറക്റ്റ് തൊണ്ടയിലെ തപ്പിപ്പിടിച്ച അണുവിനെല്ലാം നശിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകൾ നമുക്ക് നഷ്ടം സംഭവിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കുക ഈ ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നോർമലി തന്നെ ഉണ്ട്. ഇതെല്ലാം സെലക്ഷൻ പ്രഷർ എന്ന് പറയും. ഇതെല്ലാം സെലക്ട് ആവും. കാരണം അതൊന്നും ചാവില്ല. നോർമലായിട്ടുള്ള കുറേ ഗുണകരമായ ബാക്ടീരിയ ഒക്കെ ചാവും, ഹാനികരമായ ബാക്ടീരിയ മാത്രം നിലനിൽക്കും. അപ്പോൾ ഓവർ ടൈം നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് 5, 6, 7 തവണ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൈക്രോബിയൽ ഫ്ലോറ, നമ്മളുടെ ഈ നമ്മളെന്നൊരു വീടാണ് ഈ പറയുന്ന ബാക്ടീരിയക്കൊക്കെ, ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ രൂപഭാവവും പ്രകൃതവും ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒക്കെ കൂടിയ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിൽക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആക്ച്വലി ഒരു ന്യൂമോണിയ വരുമ്പോൾ വളരെ ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും വരുന്നത്.